പെട്ടെന്ന് വാടി, ഞാൻ പോണ പ്ലെയിനാണ് എന്തോ പോണത്. അയ്യോ ആളുണ്ട് ആളുണ്ട് ആളുണ്ട്. ആളുണ്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ ട്രാൻസ്ഫർ ബസ്സല്ല കാണുന്നിടത്തല്ല നിർത്തായി. എടി അതേപോലത്തെ വേറൊരു പ്ലെയിനിലാണ് ഞാൻ പോണത്. അങ്ങനെ അല്ല, പ്ലെയിനിൽ പോണത്തിനാണ് നിങ്ങൾ ഈ ഹെൽമെറ്റ് വെക്കണത്. എടി ഈ ഹെൽമെറ്റാ എടി ഇവിടെ റോട്ടെ നടന്നു പോണവനെ ഹെൽമെറ്റ് ഇല്ലാത്തന്റെ പേരും പറഞ്ഞ് പിടിച്ച് പെറ്റി അടിക്കുന്നു. ഇത്രയും വലിയ പ്ലെയിനിൽ പോണ എന്നെ പെറ്റി അടിക്കുന്നത് എന്തോറപ്പുണ്ട്. അകർത്തി കഴിയുന്നത് ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചേക്കും. എന്നെ നാണം കെടുത്തോന്ന് മനുഷ്യ ഇങ്ങോട്ട് ഏട്ട്. അല്ല നമ്മൾ രമണി ചേച്ചി പറഞ്ഞേ പ്ലെയിനിൽ കയറുമ്പോ ബെൽറ്റ് ഇടണോന്ന്. എടി അത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇട്ടോണ്ട് പോന്നു. എടി ഇങ്ങോട്ട് നോക്ക്, പോരത്തോണ്ട് ചെറിയ കഴിയുന്ന 35 രൂപ കയറും മാച്ചല കെട്ടിട്ടുണ്ട്. ഇനി അറബിയല്ല അറബിയുടെ ഒട്ടകം പിടിച്ചാല് ഇത് അഴിയിലടി. അതല്ല ഇങ്ങനെ എന്താ ഇടുന്നതാ? അല്ല നിങ്ങൾ സിപ്പ് ഇവിടെ? അയ്യോ തച്ചപ്പ സിപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ എങ്ങനെ മൂത്രം ഒഴിക്കും? പൊന്നു മനുഷ്യ സിപ്പിനെ പറ്റി തിരിച്ചിട്ടിക്കാന്ന് പറ, ഊക്കിട്ടിട്ടില്ല. എടി ഞാൻ ബുദ്ധിമാൻ. എടി ഗൾഫിലല്ല ഇപ്പൊ തല തിരിച്ചിൽ ഇട്ടിക്കണേ, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടതാ. അല്ല നിന്റെ അമ്മ എങ്ങോട്ട് പോയി? അമ്മ തൊഴാൻ പോയി. നിന്റെ അമ്മ വള്ളം തൊഴാൻ പോയി? എന്തേടി? അമ്മ വള്ളം തൊഴാൻ പോയല്ല, അമ്പലത്തില് തൊഴാൻ പോയെന്ന്. അല്ല എന്റെ അച്ഛൻ ഇങ്ങോട്ട് വിടണം. അച്ഛൻ ഇവിടെ? അച്ഛനെ അടുത്ത് കുപ്പിക്കകത്ത് എന്തേടി പറയണേ? നിങ്ങൾ അച്ചാറ് കുപ്പിയല്ലേ ചോദിച്ചേ? എടി എന്റെ അച്ഛൻ എവിടെ പോയെന്ന്? അത് ബാത്റൂമിലോട്ട് പോണാണ്ട്. അയ്യോ അയ്യോ അച്ഛൻ വെച്ചാ വയറും തടയിക്കൊണ്ട് വരുന്നത്. മക്കളെ ഇവള് തന്ന ആയിരം കഴിച്ച് വായിക്ക് ഒരു കൂടുകൂടു ഓടിച്ചെന്ന് ബാത്റൂമിനകത്ത് ചെന്ന് ഇരുന്നപ്പോ എന്തോ ഒരു സൗണ്ട്. ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടി. അയ്യോ അത് എയർപോർട്ടല്ല അച്ഛാ, വല്ല പ്ലെയിൻ പെയ്യ സൗണ്ട് ആയിരിക്കും. അല്ലാണ് എന്തിനടി രാവിലെ കൊടുത്തത്? അത് പിന്നെ ചൂട് വെള്ളവും പാളയം കുടം പഴവും. അപ്പൊ ചുമ്മാ അല്ല അച്ഛൻ വയറും തടവിക്കൊണ്ട് വന്നത്. മക്കളെ ഇവിടെ എന്തൊരു സെറ്റപ്പടാ. ബാത്റൂമിനകത്തെ ബോംബെ മുട്ടായി ചുറ്റി വെച്ചിങ്ങനെ തിന്നിടും തീരണില്ല. മക്കളിത് പിടിച്ചോ. പിന്നെ ഒരു കാര്യം, അതില് മധുരയില്ല കേട്ടാ. എന്റെ പൊന്നച്ഛ, അച്ഛ ബാത്റൂമിന്റെ അകത്ത് പോയി കാര്യം സഹായിച്ചാ? കൈ കഴിയിട്ട് തുടയ്ക്കാൻ പറ്റുന്ന ഡിഷും പേപ്പറാണ് അച്ഛ എടുത്ത് കഴിച്ചത്. എന്റെ പാസ്പോർട്ട് എവിടെ? പാസ്പോർട്ട് ഈ പാസ്ബുക്ക് കൊണ്ട് ഞാൻ ബാങ്കിലല്ലേ പോണേ. എടി വെളിയിൽ പോകേണ്ട പാസ്പോർട്ട് എവിടെയെന്ന്? അയ്യോ അത് ഞാൻ അനിയനെ ഏൽപ്പിച്ച്. നിന്റെ അനിയവിടെ? തുറന്ന കാറിൽ പറന്നു വരുവേ. എന്തായി സൈക്കിൾ ചവിട്ടി ഇപ്പൊ വരൂന്ന്. എനിക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വെളിക്ക് പോകാൻ പറ്റുള്ളൂ. കാലം പോയ പോക്കെ. പണ്ടാണ് ഒരു ബക്കറ്റ് വെള്ളവും കപ്പും മതി. ഇപ്പാണെങ്കിലോ സീൽ വെച്ച പേപ്പറും കൂടെ വേണോന്ന്. ഞാൻ പറഞ്ഞു ഈ കൾച്ചറിലൊത്ത മനുഷ്യനെ കൊണ്ട് വരലെന്ന്. എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കൂലേ? നീ ആരുടെ സ്റ്റാറ്റസ് പഠിപ്പിക്കുന്നു? എടി നിന്നെ കുറിച്ച് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാടി. സന്ധ്യ സമയത്ത് ഒരേഷണം മജ്ജിനൊക്കെ വേണ്ടി എലിയുടെ കൂടെ അടിവെച്ചോളല്ലേ. എന്നിട്ടോ അതിന്റെ വാക്യാത്തിൽ നിന്നുകൊണ്ട് എടുത്തോണ്ട് വന്നവളാണ് സ്റ്റാറ്റസ് പഠിപ്പിക്കാൻ. എടി ഈ ഗോപത്തിനെ കുറിച്ച് നിനക്ക് അറിവിടെ? നിന്നെ ഞാൻ നീ ഒറ്റ കാരണമാണ് അങ്ങനെ എന്നെ അടിച്ചത്. അത് പിന്നെ എന്താ നിങ്ങൾ ഗൾഫിൽ പോവേല്ലേ? കൈ നീട്ടാട്ട് അങ്ങ് ഇരുന്നാട്ട്. എടി ഞാൻ ഇവിടെ കിടന്നിട്ട് അടിയും കൊണ്ട് നടന്നാ മതി, എന്റെ പ്ലെയിൻ പോകൂലേ. അത് പോണെങ്കിൽ പോട്ട്. നിങ്ങൾക്ക് നീന്താ അറിയാമോ? പിന്നെ നീ നീന്താ അറിഞ്ഞൂടി? എന്നാലേ ദുബായ് കടപ്പുറം വഴി പോണ കപ്പലിൽ കയറി അങ്ങ് പോയാ പോരെ. സ്ഥലം എത്താറാമ ചാടി നീന്തി കയറണം. ഞാൻ ചിലപ്പോ നീന്തി പോകുമ്പോഴേ ചിലപ്പോ അറബി പോലീസിന്റെ കണ്ണിലെല്ലാം വെട്ടാലോ. അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തൂടെ അല്ലല്ലോ നീന്തി കയറുന്നത്. എടാ മക്കളെ ഇരുണ്ട് പറഞ്ഞു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മക്കള് പ്രേക്കറുമ്പോ സൂക്ഷിക്കണേ. അതുകൊണ്ട് നീ കൊട പിടിച്ചൊന്നു. അയ്യോ ഈ കൊട പോവാച്ചാ. അതെ ഞാൻ പ്ലെയിന്റെ അകത്ത് കയറുമ്പോഴേ 2 ഷട്ടറും ഞാൻ ഒരുമിച്ച് വലിച്ച് താത്തിടും. ഷട്ടർ ആക്കണേ. ഇത് ട്രെയിൻ അല്ല പ്ലെയിൻ ആണ്. അല്ല ഏട്ടാ, ഈ പ്ലെയിൻ കണ്ടുപിടിച്ചത് ആരാണ്? അത് പിന്നെ ഞാൻ തന്നെ. അത് ഏതോ സായിപ്പെന്നെന്തോ ഏച്ചി പോടി ചേച്ചി. ഇത്രയും നേരം ഇവിടെ കിടന്ന് കറങ്ങിയപ്പോ ദോരിക്കണ പ്ലെയിനെ ഞാനാണ് ഫസ്റ്റ് കണ്ടത്. എന്നാലേ നിങ്ങൾ ഇനി അവിടെ ഒരു പടി കൂടെ വെച്ച് കെട്ടണം. എവിടെ? അവിടെ ഞാൻ നോക്കിയപ്പോഴേ പ്ലെയിന് വരുമ്പോഴും പോകുമ്പോഴേ പടി കൊണ്ട് വെക്കും എടുത്തോണ്ടോ, കൊണ്ടുവയ്ക്കും എടുത്തോണ്ടോ. തീരായിട്ടൊരു പടി അവിടെ ഇരുന്നതിന് പിന്നെ എടുത്തോണ്ട് പോണ്ടല്ലോ. ഞാൻ ഇത് ആരോട് പറയേ? എടി അത്രക്ക് വിവരം ഉണ്ടെങ്കിലേ ആ പ്ലെയിനിൽ ഞാൻ മേശിരി മണിക്ക് പോവോ? അതിലെ പൈലറ്റാട്ടിലടി ഞാൻ പോവുള്ളൂ. അവള് പറഞ്ഞ എന്താടാ തെറ്റ്? എന്റെ പൊന്നച്ച, അച്ഛന് വല്ല എയർപോർട്ടിനെ കുറിച്ച് വല്ല അറിയാമോ? എടാ പണ്ട് ഞാൻ തട്ടിട്ട് എന്റെ രസവിടെ ദോശ അങ്ങ് ഫേമസ് ആയി ആൾക്കാർ വന്നുകൂടി. ഈ എയർപോർട്ടേക്ക് സ്ഥലമില്ലാത്തോണ്ട് എന്റെ തട്ടുകടനെ തള്ളി മാറ്റിയ. അങ്ങനെയാണ് ഈ തിരുവനന്തപുരം എയർപോർട്ട് ഉണ്ടായത്. അച്ഛാ അച്ഛ ഇപ്പൊ തള്ളിയ പോലെ ഒന്ന് ആഞ്ഞു തള്ളാമോ? എന്തിനീ? അല്ല അച്ഛന്റെ തള്ളിൽ ഞാൻ അങ്ങ് ദുബായി പോയി അങ്ങ് വിഴട്ട്. ചേട്ടാ ഇനി നമ്മൾ എത്ര നാള് കഴിഞ്ഞായിരിക്കും ഒന്ന് കാണുന്നത്? നീ പെണങ്ങണ്ട. എന്റെ ചക്കരയല്ലേ, എന്റെ മുത്തല്ലേ, എന്റെ പൊന്നല്ലേ, എന്റെ കരളല്ലേ, എന്റെ കൊക്കല്ലേ, എന്റെ മൈനയല്ലേ, എന്റെ ഈങ്ങാൻ വെച്ചല്ലേ, എന്റെ മരപ്പട്ടിയല്ലേ.
അതെ അത് വേട്ടാവളിയാ. അയ്യോ അച്ഛല എന്നെ അച്ഛാ. ഓ ഞാൻ പോണല്ലേ അച്ഛാ. അവളെന്ത് കൊഞ്ചി കൊഴിച്ചിട്ട് അമ്പിളി പെണ്ണേ. ചേട്ടാ ഈ പൈപ്പിൽ വെള്ളടിച്ച് തിന്നില്ല നിന്റെ പ്ലെയിൻ വരുന്ന സമയം ഏട്ടാ. അച്ഛ ഒന്ന് സമരം പിടച്ചാ ഞാൻ പോളയല്ലേ. എടീ ഈ പിണ കണ്ട ഏതായാലും ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പൊ നിന്നെ കൊണ്ട് ഞാനങ്ങ് പറക്കാനേ. നീ അവളെ കൊണ്ട് പറക്ക. നീ എന്തിരി വവ്വാല ഞാൻ അയ്യോ കണ്ണിൽ എന്ത് പറ്റിയേ? എടി ഇന്നലെ കണ്ണ് വേനായിട്ട് ഞാൻ കണ്ണാശുപത്രി പോയിരുന്നു. അവിടുത്തെ കണ്ണ് ഡോക്ടർ ഇല്ലാത്തോണ്ടേ അവിടുത്തെ അടുത്ത് നിന്ന് നാൽസ് ആക്കി ഞാനൊന്ന് കണ്ണ് കാണിച്ച്. അവള് വെച്ചു വാറ്റയാടി. നിങ്ങൾ എങ്ങനെയാണ് കണ്ണ് കാണിച്ചത്? എങ്ങനെ? ആ അവളെ ഒരടിനെ നിർത്തിയത് എന്റെ ഭാഗ്യം. എടി കണ്ടാടേ എന്നെ സുവ. ഇനി നീ എന്തെല്ലാം കാണാതിരിക്കണ്. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വെച്ച് എന്റെ ചേട്ടനെ നാണം കരുത്താൻ നിൽക്കണ്ട. നിങ്ങളെ എന്റെ കൊച്ചിന്റെ നൂലേട്ടിന് വന്ന പല്ലില്ലാതെ വന്ന നാണക്കേടാവുന്ന് പറഞ്ഞുകൊണ്ട് പല്ലിമുട്ട തേടി പിടിച്ച് ഫെവിക്കോളുണ്ട് വായിൽ ഒട്ടിച്ച മനുഷ്യനല്ലേ. പിറ്റേന്ന് രാവിലെ കോട്ടോ ഇട്ടപ്പോ 32 പല്ലിയല്ലേ ഈ വാക്യത്തിൽ വന്നത്. നീ ചെന്നിറങ്ങാൻ അക്ക മടിക്കണേ. ഓ എടി അച്ഛൻ പറഞ്ഞേട്ടാ ഞാൻ ചെന്ന് പറഞ്ഞ അക്കാമ അടിക്കണമെന്ന്. ആ കളവിന് ഭ്രാന്ത്. നിങ്ങൾ അങ്ങ് ചെന്നിട്ടേ കണ്ണി കണ്ട അക്കന്മാരെ കൈ നീട്ടി അടിക്കല്ലേ. അതൊക്കെ വലിയ കേസാവും. എടാ അവള് പറഞ്ഞ കേക്ക നീ കിട്ടുവാ. നിനക്ക് ജീവിക്കണേ അക്ക മടിച്ചാലേ പറ്റൂ. അച്ഛാ എനിക്ക് ജീവിക്കണമെങ്കിൽ അക്കാമെ മാത്രമല്ല അറബി എല്ലാം കൊല്ലും. എടാ കേങ്ങ അതല്ല. പിന്നെ? ഈ സീൽ വെച്ച പേപ്പറിന്റെ പേരാണ് അക്കാമ. ഹോ ഇതുപോലെ അറിഞ്ഞോടാണല്ലോ എന്റെ മോൻ ഗൾഫിൽ പോണത്. ചേട്ടന്റെ പ്ലെയിൻ വരണേ. അയ്യോ എന്റെ പ്ലെയിൻ വരണം. അയ്യോ മക്കളെ ഉമ്മ ഉമ്മ. അയ്യോ അയ്യോ അച്ഛാ ഞാൻ അച്ഛാ എടി എടി ഞാൻ പോണെന്ന് വിഷമൊന്നുമില്ലല്ലോ. അയ്യോ അയ്യോ ആള് മാറിപ്പോയാ. നീ ഇപ്പുറത്തോ അച്ഛാ ഇപ്പുറത്തോ. ആ ഇപ്പൊ എല്ലാം ശരി. ഞാൻ പോയിട്ടെ. നീ ഇങ്ങോട്ട് വരെ. നിങ്ങൾ എങ്ങനെ പോവും? അയ്യോ ആ പാസ്പോർട്ട് എന്റെ അനി എവിടെ അടി? ഹലോ ചേട്ടാ ബ്ലോക്കിൽ പെട്ടെന്ന്. എയർപോർട്ടിൽ വരേണ്ട വന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസിൽ പോയത്. ബ്ലോക്ക് ഓഫീസ് അല്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടെന്ന് 2 മണിക്കൂർ കഴിയുമെന്ന് ഇനി വരെ. അയ്യോ അപ്പൊ അച്ഛാ എന്റെ യാത്ര എന്റെ പേരുകളിൽ തന്നെ ഗോവിന്ദ. അച്ഛാ